കൂട്ടുകാരെ, പാലക്കാട് ജില്ലയിൽ ഇപ്പൊ വേലകളുടെയും പൂരങ്ങളുടെയും ഒക്കെ സമയമാണ്. പുനഃപ്രതിഷ്ഠാ ദിനങ്ങളും ഉണ്ട്. അങ്ങനെ നമ്മുടെ പാലക്കാട് വണ്ടാഴി പന്നാങ്കോട് ശ്രീ മുനീശ്വരൻ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് ഒട്ടേറെ പരിപാടികളുണ്ട്. ഇന്ന് അന്നദാനമുണ്ട്. പിന്നെ നാളെ തൃശ്ശൂർ ബീറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഗാനമേള ട്രൂപ്പിന്റെ ഗാനമേള പ്രോഗ്രാം ഉണ്ട്. പൊറോട്ട് നാടകങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുള്ള ഒരു ഉത്സവമാണ് നമ്മുടെ ഈ ശ്രീ പന്നാങ്കോട് ക്ഷേത്രത്തിലെ ഉത്സവം. ആയിരക്കണക്കിന് ആളുകൾ ജാതി മത ഭേദമന്യേ വന്നു കഴിക്കുന്ന അന്നദാനപ്പുരയാണ് ഇത്. ഈ അന്നദാനപ്പുരയുടെ കലവറ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഈ അന്നദാനത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ട്, ഇവിടുത്തെ ഭക്ഷണം എത്രമാത്രം രുചിയുള്ളതായിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. രാവിലെ 11 മണിക്ക് ആരംഭിച്ച അന്നദാനം ഏകദേശം ഉച്ചയ്ക്ക് 3 മണി വരെയോളം നീണ്ടു നിൽക്കും. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് പറയുന്ന പോലെ എല്ലാവർക്കും നാക്കിലയിലാണ് ഈ അന്നദാനം വിളമ്പുന്നത്. പാലക്കാടിന്റെ ഈ കൊടും ചൂടിൽ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഈ അന്നദാനം കഴിക്കാൻ വരുന്നുണ്ട് കേട്ടോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, പിന്നെ പപ്പടം, സാമ്പാറ്, രസം, പിന്നെ മോരും, പായസം ചേച്ചി ഒഴിക്കുന്നുണ്ട്. ആദ്യം സാമ്പാറും കൂട്ടിയിട്ട്, നല്ല സാമ്പാർ കേട്ടോ, നല്ല തിക്ക് സാമ്പാറാണ്. അടിപൊളി. ഇതൊരു കറിയാണ്. അടിപൊളി. ഇലയത്തൊക്കെ കഴിക്കണം. നല്ല അട, പപ്പടം, അതിലേക്ക് മിക്സ് ചെയ്തിട്ട് അങ്ങനെ കഴിച്ചിട്ട് അടിപൊളി. ഇത്തിരി അച്ചാറോ അല്ലെങ്കിൽ ഇഞ്ചിപ്പൊടിയോ ഇങ്ങനെ രുചിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റാണ്. വീണ്ടും കഴിക്കുക. ഈ ആഘോഷത്തിൽ പങ്കുചേരാൻ 2 വർഷമായി ഇപ്പോൾ എന്നെ ക്ഷണിക്കുന്നത് സഞ്ജു വണ്ടാഴിയാണ്. അങ്ങനെ അടുത്ത ദിവസമായ ഗാനമേള പരിപാടി പ്രിയപ്പെട്ട ഗായകൻ ഷഹീർ ഈസ് എ പാട്ടുകാരൻ മാത്രമല്ല, ഈസ് എ വണ്ടർഫുൾ ഡാൻസോ. നല്ലൊരു കൈ കൊടുക്കുക. ഇത് പൊറോട്ട് നാടകവും ഗംഭീര ഘോഷയാത്രയും ഒക്കെ അടങ്ങിയ ഈ ഉത്സവം വണ്ടാഴിക്കാരുടെ ഏറ്റവും വലിയ ഉത്സവം തന്നെയാണ്. അടിപൊളിയാണ് കേട്ടോ. എല്ലാ വർഷവും ഉണ്ട്. അപ്പൊ അടുത്ത ഉത്സവത്തിന് നമുക്ക് വീണ്ടും കാണാം വണ്ടാഴിയിലെ പന്നാങ്കോട് ശ്രീ മുനീശ്വരൻ ക്ഷേത്രത്തിൽ വെച്ച്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ. രാജേഷ് വടക്കഞ്ചേരി.